അവർക്ക് എന്തോ വേറൊരു ലോകത്ത് വന്ന് പെട്ടുപോലെയാണ്. കാരണം നമ്മുടെ എല്ലാം വീട് കണ്ടിട്ട് അവർ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. കേരള സ്റ്റോറി എന്ന സിനിമ കണ്ട് കേരളത്തിലെത്തിയ RSS നേതാവ് പവൻ ജിണ്ടാൽ 8 ദിവസത്തിന് ശേഷം തിരികെ പോയത് കേരളത്തെ പ്രശംസിച്ചതിന് ശേഷമാണ്. ഈ ദിവസങ്ങളിൽ പവൻ ജിണ്ടാലിനൊപ്പം ഉണ്ടായിരുന്നത് മുളന്തുരുത്തി സ്വദേശിയായ ടാക്സി ഡ്രൈവർ രഞ്ജുവാണ്. യാത്ര തുടങ്ങിയത് സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 1 വരെയായിരുന്നു യാത്ര. യാത്ര ആരംഭിച്ചത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നായിരുന്നു. ഈ യാത്രയുടെ ഇടയിൽ അവർ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങൾ അവർ കേരള സ്റ്റോറി സിനിമ കണ്ടിരുന്നു, പറഞ്ഞിരുന്നു അവർ. പക്ഷേ അതിൽ ഉള്ള ഒരു സാധനമല്ല കേരളത്തിൽ നിന്നും അവർക്ക് കിട്ടിയത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്കും അതിൻ്റെ മുമ്പിൽ സാധാരണ ഭിക്ഷക്കാർ, അവരുടെ നാടുകളിലെല്ലാം അമ്പലങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഭിക്ഷക്കാരുണ്ട്. പക്ഷേ ഇവർക്ക് 1-2 പേരെയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അത് അവരുടെ മുഖത്തൊരു വല്ലാത്തൊരു ആശ്ചര്യം ഉണ്ടാക്കിയായിരുന്നു. ഏറ്റവും ഒടുവിൽ അവർ കേരളം വിടാൻ നേരത്ത് പറഞ്ഞ കാര്യം എന്താണ് കേരളത്തെക്കുറിച്ച്? അവർക്ക് എന്തോ വേറൊരു ലോകത്ത് വന്ന് പെട്ടുപോലെയാണ്. കാരണം നമ്മുടെ എല്ലാം വീട് കണ്ടിട്ട് അവർ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. ഇതൊക്കെ തന്നെയാണ് ഞാൻ അതിലേക്ക് എഴുതാനുള്ള ഒരു സാഹചര്യം. വാക്കുകളിലൂടെയും കാഴ്ചകളിലൂടെയും ഒക്കെ RSS നേതാവിനും കുടുംബത്തിനും ദ റിയൽ കേരള സ്റ്റോറി എന്തെന്ന് കാണിച്ചു കൊടുത്ത ടാക്സി ഡ്രൈവർ രഞ്ജുവിനിരിക്കട്ടെ ഒരു 1.5 കുതിരപ്പവൻ.